ന്യായ ഫിലോസഫിയാണ്. അതിലെ നോളജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നോളജ് അഥവാ ജ്ഞാനം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് കൊഗ്നിഷൻ അഥവാ ബുദ്ധി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ന്യായ ഫിലോസഫി നോളജ് എന്ന് പറയുന്നത് അപ്രഹെൻഷൻ അഥവാ കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത്. അതായത് അപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. അക്കോർഡിംഗ് ടു ന്യായ സിമ്പിളായിട്ട് പറഞ്ഞാൽ നോളജ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ആണ്, അല്ലെങ്കിൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് അഥവാ അപ്രഹെൻഷനാണ്. ഇനി ന്യായത്തിൽ നോളജ് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണ്. അവർ വിശ്വസിക്കുന്നത് ന്യായയുടെ നോളജ് ഒരേ സമയം സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും റിവീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഒരേ സമയം സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും റിവീൽ ചെയ്യും. ഇനി അപ്പോൾ എല്ലാ നോളജും, അതായത് ന്യായയെ സംബന്ധിച്ച് എല്ലാ നോളജും ഒരു റിവീലിയേഷൻ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഓഫ് ഒബ്ജക്റ്റാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ തുറന്ന് കാണിക്കുക, അതിനെ കുറിച്ചൊരു പുതിയ കാര്യം ഉണ്ടാവുക എന്നതാണ് നോളജ് എന്ന് പറഞ്ഞാൽ ന്യായം പറയുന്നത്. ഇനി ഒരു ലാമ്പിൻ്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ്, വീട്ടിൽ നിന്നൊരു സാധനം എടുത്ത് ഒരു ലാമ്പിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് അത് കാണപ്പെടുന്നത്, അതുപോലെയാണ് ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് നോളജിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ അത് റിവീലായിട്ട് വരുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ കയറുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ വാലിഡുമാകാം ഇൻവാലിഡുമാകാം. നോളജ് ക്യാൻ ബി വാലിഡ് ഓർ ഇൻവാലിഡ്. വാലിഡ് നോളജ് അഥവാ പ്രമ എന്ന് പറയുന്നത് കറക്റ്റ് അപ്രഹെൻഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റാണ്. കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആൻ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ വാലിഡ് നോളജ് അഥവാ പ്രമ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണോ ഒബ്ജക്റ്റ് ഉള്ളത് അതിനെ അതുപോലെ തന്നെ ട്രൂ ആയിട്ട് കാണിക്കും. ഇറ്റ് മാനിഫെസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ആസ് ഇറ്റ് ട്രൂലി ഈസ്. ഇനി ന്യായ സപ്പോർട്ട് ചെയ്യുന്ന തിയറിയാണ് തിയറി ഓഫ് കറസ്പോണ്ടൻസ്. ഓക്കെ, അതായത് തിയറി ഓഫ് കറസ്പോണ്ടൻസിന് ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താണോ റിയാലിറ്റിക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള നോളജ് അതാണ് വാലിഡ് നോളജ് എന്നാണ് ന്യായ പറയുന്നത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി എങ്ങനെ വാലിഡ് നോളജിലേക്ക് എത്താം, അല്ലെങ്കിൽ 4 ടൈപ്പ് വാലിഡ് നോളജാണ് ഉള്ളത്. 1 പെർസെപ്ഷൻ, 2 ഇൻഫറൻസ്, 3 കമ്പാരിസൺ, 4 വെർബൽ ടെസ്റ്റിമണി. ഈ 4 ടൈപ്സ് ഓഫ് വാലിഡ് നോളജിനെ നമ്മൾ പ്രമാണ എന്ന് പറയും. ഇനി രണ്ടാമത്തത് ഇൻവാലിഡ് നോളജിനകത്ത് വരുന്ന കാര്യങ്ങളാണ് മെമ്മറി. ഒന്നാമത്തത് മെമ്മറി അഥവാ സ്മൃതി എന്ന് പറയും. രണ്ടാമത്തത് ഡൗട്ട് അഥവാ സംശയ. മൂന്നാമത്തത് എറർ അഥവാ വിപര്യ. അത് കഴിഞ്ഞിട്ട് 4ാമത്തത് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് അഥവാ തർക്ക എന്ന് പറയും. ഇനി ഓരോന്നായിട്ട് നോക്കുന്ന സമയത്ത് മെമ്മറി എന്ന് പറയുന്ന സാധനം നമുക്കൊരിക്കലും ഒരു വാലിഡ് നോളജായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെമ്മറിയിൽ വരുന്ന സാധനം നമ്മളൊരു ഒബ്ജക്റ്റിനെ റിമെമ്പർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് നമ്മുടെ സോളിലേക്ക് ഡയറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് റീകോൾ ചെയ്തെടുക്കുന്ന ഒരു സാധനമായതുകൊണ്ട് മെമ്മറി ഒരിക്കലും ഒരു വാലിഡ് നോളജ് അല്ല. ഇനി ഡൗട്ട് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്. അതായത് നമുക്ക് തന്നെ അതിലെന്തില്ല, ഒരു ഉറപ്പ് ഇല്ല. സോ അതും അതായത് നോളജിലുള്ള ഡൗട്ടാണ്. നോളജിലുള്ള ഡൗട്ട് ഒരിക്കലും എന്താവാൻ പറ്റില്ല, വാലിഡ് ആകാൻ പറ്റില്ല. ഇനി മൂന്നാമത്തത് എറർ എന്ന് പറഞ്ഞാൽ മിസ് അപ്രഹെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യത്തിനെ, ഒരു റിയൽ ഒബ്ജക്റ്റിനെ നമ്മൾ തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, വാലിഡ് നോളജ് ആവില്ല. 4ാമത്തെ ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അത് റിയൽ നോളജിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഇഫ് ദെയർ ഈസ് നോ ഫയർ ദെയർ കനോട്ട് ബി സ്മോക്ക്. തീ ഇല്ലാതെ അവിടെ പുകയേ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. തീ ഇല്ലാതെ പുക ഉണ്ടായിക്കൂടെ എന്നുള്ള കോൺസെപ്റ്റാണ്. ഈ സംഭവത്തിന് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കയറിനെ ഒരു കയറായി കണ്ടു എന്ന് വിചാരിക്കുക. അതാണ് റൈറ്റ് നോളജ് ഓർ വാലിഡ് നോളജ്. ഇനി നിങ്ങൾക്ക് അത് കയറാണോ അല്ല പാമ്പാണോ എന്ന് സംശയമുണ്ട്, അതാണ് അവിടുത്തെ ഡൗട്ട്. ഇനി നിങ്ങൾ അത് കണ്ടത്, നേരത്തെ കണ്ട സാധനം അത് കയറായിരുന്നോ സ്നേക്കായിരുന്നോ എന്നിങ്ങനെ റീകോൾ ചെയ്തെടുക്കുന്ന സാധനമാണ് മെമ്മറി. ഇനി നിങ്ങൾ അതിനെ റോപ്പിന് പകരം അതിനെ സ്നേക്കായിട്ട് തെറ്റിദ്ധരിച്ചു, അവിടെ ഉണ്ടായതാണ് എറർ. ഇനി ഈ നോളജ് നിങ്ങൾ സോളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായ ആ ഒരു എന്താ പറയുക, ആ റിയൽ നോളജ് അല്ല നിങ്ങൾ പെർസീവ് ചെയ്തത്, അതാണ് അവിടുത്തെ ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്. ഇനി നോളജ് കണ്ടീഷൻസ് ഡിഫക്റ്റീവ് ആണെങ്കിൽ നോളജ് എന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും. അതായത് ഒരു നോളജ്
അതായത് ഒരു നോളജ് ജനറേറ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് സൗണ്ട് അല്ല എങ്കിൽ, സൗണ്ട് എന്ന് മീൻസ് പറയുന്നത് ക്ലിയർ അല്ല എങ്കിൽ നോളജും വാലിഡ് ആയിരിക്കില്ല. അതായത് ഒരു പേഴ്സൺ വിത്ത് നോർമൽ വിഷൻ ഒരു ശംഖിനെ കാണുമ്പോൾ അത് വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ഒരു ജോണ്ടിസ് ഉള്ള മനുഷ്യൻ അത് എനിക്ക് നോക്കിയാൽ അത് എന്തായിരിക്കും? യെല്ലോ കളറായിരിക്കും. ഓക്കെ, ഇനി ഒരു നോളജ് അതിൻ്റെ വാലിഡിറ്റി ഇൻവാലിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആണോ എന്ന് നോക്കിയിട്ടാണ്. അതായത് ഒരു ഫയർ എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം, കുക്ക് ചെയ്യണം, ലൈറ്റ് കാണണം. ഇതൊന്നും തന്നില്ല എങ്കിൽ അതെന്തല്ല? ഫയർ അല്ല. ഓക്കെ, ഇനി ട്രൂത്തും ഫോൾസിറ്റി, അതായത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതെല്ലാം നോളജിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവരൊരിക്കലും ഇൻട്രൻസിക് അഥവാ ഇൻഹെറൻറ്റ് ക്യാരക്ടേഴ്സ് അല്ല. മാത്രമല്ല അവർ സെൽഫ് എവിഡൻ്റ് അല്ല. അതായത് ഒരു നോളജിനെ നമുക്ക് പെട്ടെന്ന് ഒരിക്കലും നോളജ് എന്ന് പറഞ്ഞാൽ റിയൽ ആണോ അൺറിയൽ ആണോ എന്നുള്ളത്, ട്രൂ ആണോ ഫോൾസോ എന്നുള്ളത് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഇനി ന്യായ തിയറി ഓഫ് നോളജ് നേച്ചറിൽ റിയലിസ്റ്റിക്കും എന്നാൽ ടെസ്റ്റിംഗ് ട്രൂത്തിൽ പ്രാഗ്മാറ്റിക്കും ആയിരിക്കും. ഇനി നോളജ് കണ്ടീഷൻസ് ഡിഫക്റ്റീവ് ആണെങ്കിൽ നോളജ് എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. അതായത് ഒരു നോളജ് ജനറേറ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് സൗണ്ട് അല്ല എങ്കിൽ, സൗണ്ട് എന്ന് മീൻസ് പറയുന്നത് ക്ലിയർ അല്ല എങ്കിൽ നോളജും വാലിഡ് ആയിരിക്കില്ല. അതായത് ഒരു പേഴ്സൺ വിത്ത് നോർമൽ വിഷൻ ഒരു ശംഖിനെ കാണുമ്പോൾ അത് വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ഒരു ജോണ്ടിസ് ഉള്ള മനുഷ്യൻ അത് നമുക്ക് നോക്കിയാൽ അത് എന്തായിരിക്കും? യെല്ലോ കളറായിരിക്കും. ഓക്കെ, ഇനി ഒരു നോളജ് അതിൻ്റെ വാലിഡിറ്റി ഇൻവാലിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആണോ എന്ന് നോക്കിയിട്ടാണ്. അതായത് ഒരു ഫയർ എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം, കുക്ക് ചെയ്യണം, ലൈറ്റ് കാണും. ഇതൊന്നും തന്നില്ല എങ്കിൽ അതെന്തല്ല? ഫയർ അല്ല. ഓക്കെ, ഇനി ട്രൂത്തും ഫോൾസിറ്റി, അതായത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതെല്ലാം നോളജിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവരൊരിക്കലും ഇൻട്രൻസിക് അഥവാ ഇൻഹെറൻറ്റ് ക്യാരക്ടേഴ്സ് അല്ല. മാത്രമല്ല അവർ സെൽഫ് എവിഡൻ്റ് അല്ല. അതായത് ഒരു നോളജിനെ നമുക്ക് പെട്ടെന്ന് ഒരിക്കലും നോളജ് എന്ന് പറഞ്ഞാൽ റിയൽ ആണോ അൺറിയൽ ആണോ എന്നുള്ളത്, ട്രൂ ആണോ ഫോൾസോ എന്നുള്ളത് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഇനി ന്യായ തിയറി ഓഫ് നോളജ് നേച്ചറിൽ റിയലിസ്റ്റിക്കും എന്നാൽ ടെസ്റ്റിംഗ് ട്രൂത്തിൽ പ്രാഗ്മാറ്റിക്കും ആയിരിക്കും.